നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് ഒരു വിവാഹമാണ്. കുംഭമേളയിൽ രുദ്രാക്ഷം വിൽക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ നമ്മൾ കണ്ട മൊണാലിസയും സുഹൃത്ത് ഫർമാൻ ഖാനും കേരളത്തിൽ വെച്ച് വിവാഹിതരായി. പക്ഷേ ഈ ഒരു വിവാഹത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. ശൈശവ വിവാഹം എന്ന ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ശൈശവ വിവാഹം നടത്തിയവരും കൂട്ടുനിന്നവരുമൊക്കെ ഇത്തിരി നാൾ ജയിലിൽ കിടക്കട്ടെ. ജയിലിൽ ശമ്പളവും കൂട്ടി. അല്ല, ഇപ്പൊ പുറത്തു നിന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാ പിന്നെ 3 നേരം ആഹാരം, പിന്നെ വർദ്ധിച്ച ശമ്പളവും, മെനുവിൽ മത്തിയും ഉൾപ്പെടുത്തിയെന്ന് കേട്ടു. അല്ല പിള്ളേച്ച, ആരൊക്കെയാ അപ്പോ അകത്തു പോകാൻ തയ്യാറാകുന്നേ? മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അന്യമതസ്ഥനായ ഒരാളെ 6 മാസത്തെ പ്രണയത്തിന്റെ കഥ പറഞ്ഞ് ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചും തള്ളിപ്പറഞ്ഞും അന്യസംസ്ഥാനത്ത് വന്ന് വിവാഹം കഴിപ്പിക്കുവാൻ പറഞ്ഞാൽ എന്തൊരു നാട്ടുനടപ്പ്! പ്രായമായോ പ്രായപൂർത്തിയായോ എന്നൊന്നും നോക്കുവാനില്ല. കൂട്ടുനിന്നവർ എല്ലാവരും അഭിഭാഷകർ, പോരാത്തതിന് മന്ത്രിയും MP-യും ഒക്കെ ഉണ്ട്. പ്രണയം എന്താണെന്ന് നന്നായി അറിയാം. എന്നാലും ഞാൻ ആ കുടുംബത്തോടൊപ്പം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകൊച്ചിന് പറഞ്ഞു മനസ്സിലാക്കാതെ നിയമലംഘനം നടത്തിയവർ അധികാരികൾ ആവുമ്പോൾ എന്ത് പറയാൻ? സ്വന്തം മക്കളെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു പോക്സോ കേസിലെ പടം ഇടുന്നില്ല, ഇതായിരുന്നു പോസ്റ്റ്. ദീപ ജോസഫിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ കടുത്ത പരിഹാസത്തോടെയാണ്. ജയിലിൽ ശമ്പളം കൂട്ടിയെന്നും മെനുവിൽ മത്തി ഉൾപ്പെടുത്തിയെന്നും അവർ പറയുന്നു. ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് മറ്റാരുമല്ല, ഈ വിവാഹത്തിന് കാവൽ നിന്ന പോലീസിനെയും ആശംസകൾ നേർന്ന ജനപ്രതിനിധികളെയുമാണ്. അവർ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം ശൈശവ വിവാഹം എന്നതാണ്. ഇൻഡോറിൽ നിന്നുള്ള ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന ദീപ ജോസഫ് ഉറപ്പിച്ചു പറയുന്നു. നിയമപരമായി നോക്കിയാൽ 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഇത് ശരിയാണെങ്കിൽ ഇതിന് കൂട്ടുനിന്നവർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ലേ? പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കടത്തിക്കൊണ്ടുവന്നുവെന്ന് മാതാപിതാക്കൾ പരാതിപ്പെടുമ്പോൾ അധികാരികൾ എന്തുകൊണ്ട് അത് ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് ദീപ ചോദിക്കുന്നത്. ഇവിടെയാണ് നിയമപരമായ മറ്റൊരു സങ്കീർണത. 2 മതത്തിൽപ്പെട്ടവർ ഒരു ക്ഷേത്രത്തിൽ വെച്ച് മാലയിട്ട് വിവാഹം കഴിച്ചാൽ അതിന് എന്ത് നിയമ സാധുതയാണുള്ളത്? ഇന്ത്യയിലെ നിയമപ്രകാരം വ്യത്യസ്ത മതസ്ഥർ വിവാഹിതരാകേണ്ടത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ്. 1 മാസത്തെ നോട്ടീസ് കാലയളവ് ഇതിന് ആവശ്യമാണ്. ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഈ ചടങ്ങ് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണോ, അതോ നിയമത്തെ മറികടക്കാനുള്ള കുറുക്ക് വഴിയോ? പോലീസിന്റെ വാദം പെൺകുട്ടിക്ക് 18 വയസ്സായി എന്നാണ്. രേഖകൾ പരിശോധിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ദീപ ജോസഫ് ചോദിക്കുന്നത് മറ്റൊന്നാണ്. സ്വന്തം മകളുടെ കാര്യമായിരുന്നുവെങ്കിൽ ഈ മന്ത്രിമാരും അഭിഭാഷകരും ഇങ്ങനെ ചെയ്യുമായിരുന്നു? ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളെ തള്ളിപ്പറയാൻ കൂട്ടുനിൽക്കുന്നത് ഏതുതരം നീതിയാണെന്നും അവർ ചോദിക്കുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി, MV ഗോവിന്ദൻ എന്നിവർ ഈ വിവാഹത്തിനെത്തിയത് ഒരു സെക്യുലർ സന്ദേശം നൽകാനാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് MV ഗോവിന്ദൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഒരു പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് തർക്കം നിലനിൽക്കുമ്പോൾ, മാതാപിതാക്കൾ കണ്ണീരോടെ നിൽക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇതിനെ ആഘോഷമാക്കുന്നത് ശരിയാണോ? നിയമലംഘനത്തിന് ഭരണകൂടം തന്നെ കുടപിടിക്കുകയാണോ, അതോ പ്രണയിനികൾക്ക് സംരക്ഷണം നൽകുകയാണോ ചെയ്യുന്നത്? ദീപ ജോസഫ് പറയുന്നത് പോലെ ഇതൊരു പോക്സോ കേസായി മാറുമോ, അതൊരു മതേതര വിവാഹമായി വാഴ്ത്തപ്പെടുമോ എന്നൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. ഈ സംഭവത്തിൽ മറ്റൊരു പ്രധാന ഘടകം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അഭിഭാഷകരാണ്. നിയമം നന്നായി അറിയാവുന്നവർ തന്നെ ഇതിന് കാവൽ നിൽക്കുമ്പോൾ നിയമം വളച്ചൊടിക്കപ്പെടുകയാണോ? ദീപ ജോസഫ് തന്റെ പോസ്റ്റിലൂടെ സഹപ്രവർത്തകരായ അഭിഭാഷകരെയൊക്കെ വിചാരണ ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ അവളുടെ കുടുംബത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ നിയമം ആയുധമാക്കുകയാണെന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. ഈ കേസ് ഇപ്പോൾ കേവലം ഒരു പ്രണയ വിവാഹമല്ല, അതൊരു നിയമ യുദ്ധമാണ്. പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ കാര്യങ്ങൾ മാറിമറിയും. ദീപ ജോസഫ് ഉയർത്തുന്ന പോക്സോ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞാൽ അത് വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയായിരിക്കും കേരളത്തിൽ വഴി തുറക്കുക. പ്രണയത്തോടൊപ്പം നിയമവും ധാർമ്മികതയും കൂടിച്ചേരുമ്പോഴാണ് ഒരു വിവാഹം പൂർണ്ണമാകുന്നത്. ഇവിടെ ആ നിയമം പാലിക്കപ്പെട്ടോ എന്ന് വരും ദിവസങ്ങളിലൊക്കെ കോടതി തീരുമാനിക്കട്ടെ. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന വിവരം പുറത്തായതോടെയാണ് CPM നേതാക്കളുമൊക്കെ പ്രതിരോധത്തിലായത്. മൊണാലിസയുടെ ആധാരരേഖയിലെ പ്രായം കൃത്രിമമായി തയ്യാറാക്കിയതാണോ എന്നും സംശയമുണ്ട്. മകൾക്ക് 16 വയസ്സാണ് പ്രായമെന്നും സമ്മർദ്ദത്തിലാക്കി വിവാഹം കഴിപ്പിക്കുന്നതെന്നുമുള്ള മൊണാലിസയുടെ അമ്മയുടെ വെളിപ്പെടുത്തലോടെയാണ് സംശയം ബലപ്പെടുത്തുന്നത്. റിയൽ കേരള സ്റ്റോറി എന്ന പ്രചരണം നടത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന മന്ത്രിയും കാർണവർ സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തിക്കൊടുത്തത്.
CPM നടത്തിക്കൊടുക്കുന്ന വിവാഹമായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച വിവരം പുറത്തുവന്നത്. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ കഴിഞ്ഞ മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. 2009 ജനുവരി 21 മൊണാലിസ ജനിച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ മൊണാലിസയുടെ ഇപ്പോഴത്തെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. മലയാള മാധ്യമങ്ങളും ഇതേ കാര്യം കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 ജനന തീയതി. വിവാഹം നടത്താനായി ആധാറിൽ കൃത്രിമം കാണിച്ചതാണോ എന്ന സംശയമാണ് ഇതോടെ ബലപ്പെട്ടത്. മൊണാലിസയുടെ പ്രായത്തിൽ വ്യക്തത വരുത്താതെയും ഇവരുടെ ബന്ധുക്കളോട് സംസാരിക്കാതെയുമാണ് CPM വിവാഹം നടത്തിക്കൊടുത്തത്. അടുത്തിടെ നടത്തിയ PR വർക്കുകളെല്ലാം 8 നിലയിൽ പൊട്ടിയതോടെ ഒരു മുസ്ലിം യുവാവ് ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് റിയൽ കേരള സ്റ്റോറിയ പ്രചരിപ്പിച്ച് മൈലേജ് ഉണ്ടാക്കാനായിരുന്നു CPMന്റെ ശ്രമമെന്നാണ് ആരോപണങ്ങൾ ഉയർന്നത്. എന്നാൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് തെളിഞ്ഞാൽ വിവാഹം നടത്തിക്കൊടുത്തവർ അഴിയേണ്ടി വരും. 16 വയസ്സ് മാത്രമാണുള്ളതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. വിവാഹത്തിന് തങ്ങൾ അനുമതി നൽകിയിട്ടില്ലെന്നും മകൾ പ്രശസ്തിയായ ശേഷം തങ്ങളെ കാണാറില്ലെന്നും അമ്മ പറയുന്നു. മൊണാലിസയുടെ പിതാവ് കേരളത്തിലുണ്ട്. പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി വിവാഹം കഴിപ്പിച്ചതാണ്. പിതാവിനരികിൽ നിന്ന് മകളെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുപോയതാണ്. മകൾക്ക് 16 വയസ്സ് മാത്രമാണുള്ളത്. ജനന തീയതി തനിക്കറിയില്ല. സർട്ടിഫിക്കറ്റുകളെല്ലാം മകളുടെ കയ്യിലാണുള്ളത്. മകളെ തിരികെ ലഭിക്കാൻ സഹായിക്കണമെന്നും ആ അമ്മ പറയുന്നു. മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും അമ്മ പറയുന്നുണ്ട്. ഇവിടെയാണ് നിയമപരമായ വലിയൊരു ചോദ്യം ഉയർന്നത്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു മുസ്ലിം യുവാവും ഹിന്ദു യുവതിയും ക്ഷേത്രത്തിൽ വെച്ച് മാലയിട്ടാൽ അത് നിയമപരമായി നിലനിൽക്കില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് വേണം. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചാൽ അത് വെറും ഒരു ചടങ്ങ് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം പ്രായമാണ്. ഇൻഡോറിൽ നിന്നുള്ള കുടുംബം പെൺകുട്ടിയുടെ ഒറിജിനൽ രേഖകളുമായി കോടതിയെ സമീപിച്ചാൽ പോലീസ് പരിശോധിച്ച രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു പോക്സോ കേസായി മാറും. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റത്തിന് ഈ വിവാഹത്തിന് കാവൽ നിന്ന പോലീസും സാക്ഷികളായ അഭിഭാഷകരും പ്രതിക്കൂട്ടിലാകും. ഒരു വിവാഹത്തിന് നിയമസാധുത ഉണ്ടോ എന്ന് പരിശോധിക്കാതെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവിടെ എത്തിയത് വലിയ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടാം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് വിളിച്ച് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചത് തിരിച്ചടിയായേക്കും. പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണെങ്കിലും നിയമപരമായ നൂലാമാലകൾ നിലനിൽക്കുമ്പോൾ അതിൽ ഭാഗമായി ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയൊരു ആയുധമായി മാറിക്കഴിഞ്ഞു. മൊണാലിസ വിവാദം ഇപ്പോൾ കേവലം ഒരു വ്യക്തിപരമായ കാര്യമല്ല. ഇത് ഭരണകൂടവും നിയമവും തമ്മിലുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. നിയമത്തെക്കാൾ വലുതാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. മാതാപിതാക്കളെ കണ്ണീരിനേക്കാൾ വിലയുണ്ടോ സോഷ്യൽ മീഡിയ മൈലേജിന്? അഡ്വക്കേറ്റ് ദീപ ജോസഫ് എറിഞ്ഞ കല്ല് ചെന്ന് തറയ്ക്കുന്നത് ഈ വ്യവസ്ഥിതിയുടെ നെഞ്ചത്തേക്കാണ്.